ബേക്കറി ജംഗ്ഷനിൽ എവിടെയാ നിങ്ങൾക്ക് പോകേണ്ടത്? സുമംഗലി ഓഡിറ്റോറിയം. അവിടെ എന്താ, വല്ല കല്യാണത്തിന് പോവാണോ? അതെ. കല്യാണത്തിന് പോകുന്ന ആൾ ഇത്രയും പരിഭ്രമിക്കുന്നത് എന്തിന്? ആരുടെയാ കല്യാണം? അടുത്ത ബന്ധുവിന്റെ വല്ലതുമാണോ? അല്ല, എന്റെ ഭർത്താവിന്റെ. എന്താ കുട്ടി പറയുന്നത്? ഭർത്താവിന്റെ കല്യാണോ? അതെ മാഡം, ഞാൻ സത്യ പറയുന്നത്. ശരി, ഞാനിനിയൊന്നും ചോദിക്കുന്നില്ല. കുട്ടിയുടെ മുഖത്ത് നിന്ന് ചിലതൊക്കെ വായിച്ചെടുക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. ഞാൻ എത്രയും പെട്ടെന്ന് കുട്ടി അവിടെ എത്തിക്കാം. കുട്ടി വല്ലാതെ പരിഭ്രമിക്കുന്നുണ്ട്. ടെൻഷനാവാതെ. എന്താ ഇയാളുടെ പ്രശ്നം? തുറന്നു പറയൂ. പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ കുട്ടിയെ സഹായിക്കാം. പറയൂ. ഞാനെല്ലാം പറയാം. അത് ശരി, ഭർത്താവിന്റെ രോഗം മാറ്റാൻ ശ്രമിച്ച് തന്റെ ജീവിതം തകർന്നു. ഇതങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ഞാൻ ഇക്കാര്യത്തിൽ നിരപരാധിയാ. കാര്യം അഖിൽ സാറിനൊന്ന് ബോധ്യപ്പെട്ടാ മതി. അതുമാത്രം മതിയോ? തനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ലേ തന്റെ അഖിൽ സാറിന്? അഖിൽ സാറിനോടുള്ള ഇഷ്ടം എന്റെ മരണം വരെ എന്റെ ഹൃദയത്തിലുണ്ടാവും. അത് പോരല്ലോ. ഈ ഡോക്ടർ ദിനേശ് നമ്പ്യാരെ എനിക്കറിയാം. അദ്ദേഹം എവിടെയാ താമസിക്കുന്നത്? അത് വടക്കേക്കോട്ടയ്ക്കടുത്താ. നമുക്ക് ഡോക്ടറെയും കൂട്ടിക്കൊണ്ടു പോവാം. ഞാൻ വിളിച്ചാൽ ഡോക്ടർ വരും. ശ്യാമ ധൈര്യമായിട്ടിരിക്കെ. ഇത്തരം സന്ദർഭങ്ങളിൽ ധൈര്യം കൈവിടരുത്. തന്നെ ഞാൻ സഹായിക്കാം. ഓക്കെ? ഓക്കെ. ചേട്ടോ, അകത്ത് പോണം ചേട്ടാ. ഞങ്ങൾക്ക് ഞങ്ങൾ അക്രമം നടത്താൻ വന്നൊന്നും അല്ല. ഞങ്ങൾക്ക് അകത്ത് പോണം, അത് മാത്രമേ പറഞ്ഞുള്ളൂ. വിടും ഞങ്ങളെ. ചേട്ടാ, എനിക്ക് പോയേ പറ്റൂ. വിടാനല്ലേ പറഞ്ഞത്? ഈ സെക്യൂരിറ്റിക്കാർ കടത്തിവിടുന്നില്ല. ഞങ്ങൾക്ക് അകത്തേക്ക് പോണം. ഓർഡർ. കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് കടത്തിവിടില്ലെന്നോ? അത് എവിടെ തന്നെ ആയോ? ശ്യാമേ വാ. മനസ്സിലാവല്ലേ? ചേട്ടാ, മുഹൂർത്തായി പൂജാരി, വേഗം താലി കെട്ടാൻ പറയൂ. ചടങ്ങ് തുടങ്ങാം. ശരി.
മാറി നിൽക്കണോ? എന്നോടല്ലേടാ പറഞ്ഞത് ഇറങ്ങാൻ? എന്താ ഇവിടെ ബഹളം? ഏയ് മോനെ ഒന്ന് ശ്രദ്ധിക്കണ്ട. വിസ്മയുടെ കഴുത്തിലേക്ക് ആ താലി ഒന്ന് കെട്ട്. മുഹൂർത്തമായി, വേഗം കെട്ട്. അഖി, വേഗം താലി കെട്ട് മോനെ. എന്താ താമസം? മുഹൂർത്തം കഴിയും, വേഗം താലിയിട്ട്. ശ്യാമ, മമ്മി, അഖി, മണ്ഡപത്തിൽ നിന്ന് എഴുന്നേറ്റ് പോവരുത്. അഖി, താലി കെട്ടാൻ. അഖി, നീ ഇങ്ങോട്ട് പോകുന്നേ? അഖി, അഖി, നിൽക്കാൻ പോവല്ലേ? അഖി, 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 അവിടെ നിൽക്കാൻ. ശ്യാമേ, എത്ര പ്രാവശ്യം ഞാൻ തന്നെ വിളിച്ചു, താൻ ഫോൺ പോലും എടുത്തില്ലല്ലോ ശ്യാമേ. ഞാൻ വിളിച്ചപ്പോഴൊക്കെ സാറും ഫോൺ എടുത്തില്ലല്ലോ. അഖി, മമ്മി, വസുന്ധരെ, ഇതെന്താ കല്യാണത്തിനിടയ്ക്കാണോ ഈ വക നാടകമൊക്കെ? ആരും ഇല്ല ഇവിടെ ഇവളെ പിടിച്ച് പുറത്താക്കാൻ. ഇറങ്ങടി വെളിയില്. ഇറങ്ങടി വെളിയില്. ദേ, ഇവിടെ ഒരു നല്ല ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുക. അതിനിടയിൽ കയറി വന്ന് വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. ഇത് ഞങ്ങളുടെ മര്യാദയുടെ ഭാഷയല്ല പറയുന്നത്. ഇതനുസരിച്ചില്ലെങ്കിൽ പിന്നെ ഞങ്ങളുടെ ശൈലി മാറും. പിടിച്ചിവളെ പുറത്താക്ക്. അങ്ങനെ പുറത്തിറക്കാൻ വരട്ടെ. ശ്യാമയ്ക്ക് ചിലത് പറയാനുണ്ട്. അത് നിങ്ങൾ കേൾക്കണം, കേട്ടേ പറ്റൂ. ഇവിടെ ആർക്കൊന്നും കേൾക്കാനുമില്ല, പറയാനുമില്ല. സെക്യൂരിറ്റി, ഇവരെ പിടിച്ച് പുറത്താക്ക്. ഈ കുട്ടിക്ക് പറയാനുള്ളത് മുഴുവൻ കേട്ടിട്ട് മതി, തള്ളലും കൊള്ളലും ഒക്കെ. ഇത് ഡോക്ടർ ദിനേശ് നമ്പ്യാർ, അറിയപ്പെടുന്ന സൈക്യാട്രിസ്റ്റ് ആണ്. അദ്ദേഹം എല്ലാം ആദ്യം പറയും. ഇവിടെ ആരും ഒന്നും പറയ വേണ്ട, ആർക്കും ഒന്നും കേൾക്കേം വേണ്ട. ഇവിടെ ഒരു കല്യാണം നടക്കുക. ആ കല്യാണം ഭംഗിയായി നടക്കണമെങ്കിൽ എല്ലാവരും ശ്യാമ പറയുന്ന കഥ കേൾക്കണം. എന്താ അമ്മ നോക്കി നിൽക്കുന്നത്? കല്യാണം അലങ്കോലം ആവാതിരിക്കണെങ്കിലേ ഇവരെ പിടിച്ച് പുറത്താക്കാൻ പറ. ഐശ്വര്യക്ക് എന്താ ഇത്ര വാശി? ആ ഡോക്ടർ പറയാനുള്ളത് പറയട്ടെ. അപ്പോഴേക്കും മുഹൂർത്തം കഴിയില്ലേ? നമുക്ക് ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം സംസാരിച്ച പോരെ? പോരാ. ശ്യാമയ്ക്ക് എന്തോ കൃത്യമായ കാര്യങ്ങൾ പറയാനുണ്ട്. അഖി, അത് കേട്ടിട്ട് മതി കല്യാണവും താലി കെട്ടും ഒക്കെ.
ഡോക്ടർക്ക് പറയാനുള്ളത് പറയുക. ഒരു ദിവസം ശ്യാമ എന്നെ കാണാൻ വന്നിരുന്നു. അവൾ അവളുടെ ജീവനെ പോലെ സ്നേഹിക്കുന്ന തന്റെ ഭർത്താവിന് ഡാർക്ക് ഫോബിയ എന്ന മാനസിക രോഗമാണെന്ന് പറഞ്ഞു. അതായിരുന്നു പ്രശ്നം. അതിന് ഞാനൊരു വഴിയും പറഞ്ഞു കൊടുത്തു. അപ്പൊ ശ്യാമയെ കുറ്റിരുട്ടത്ത് വെച്ച് കുറച്ച് ഗുണ്ടകൾ ആക്രമിച്ചു വന്നിരിക്കട്ടെ. അഖിൽ ഇരുട്ട് മറന്ന് പറന്ന് വന്ന് ശ്യാമയെ രക്ഷപ്പെടുത്തും. അങ്ങനൊരു സിറ്റുവേഷൻ ശ്യാമയ്ക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ. അങ്ങനൊരു ഇൻസിഡന്റ് ഉണ്ടായാൽ അഖിൽ ശ്യാമയെ ഇരുട്ടിനെ മറന്ന് രക്ഷപ്പെടുത്തും. ഈ പേടി ഒരു 50% മാറുകയും ചെയ്യും. അതനുസരിച്ച് ശ്യാം അത് നടപ്പാക്കാനുള്ള ശ്രമവും തുടങ്ങി. ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ശ്യാമ എന്നെ വന്ന് കണ്ടായിരുന്നു. അതനുസരിച്ച് ഞാനും എൻ്റെ കൂട്ടുകാരും കാര്യങ്ങൾ പ്ലാൻ ചെയ്തു. അവനെയും കൊണ്ടുപോടാ. ഞങ്ങളുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. റിസോർട്ടിലെത്താൻ അല്പം താമസിച്ചു. ആ സമയത്ത് ഇത് ഭദ്രൻ, ജഗന്നാഥന്റെ ഗുണ്ട. ബാക്കി ഇവൻ പറയും. പറയടാ. ജഗന്നാഥ് സാറ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു. എന്താ സാറേ ഓപ്പറേഷൻ? ഒരു പെണ്ണിനെ അവളുടെ ഭർത്താവിന്റെ കൂട്ടത്തിൽ നിന്ന് തട്ടിക്കൊണ്ടു പോണം. ഇരുട്ട് കണ്ട വെടിയേറ്റ കാട്ടുപന്നിയെ പോലെ പായുന്നവനാ ഭർത്താവ്. ഒരു കോന്തൻ. ഏറ്റു സാറേ. ആ, നമ്മുടെ ബിസിനസ് പാർട്ണറായിരുന്ന ആനന്ദവർമ്മയുടെ ഏറ്റവും ഇളയ മകൻ അഖിൽ. അവന്റെ ഭാര്യ ശ്യാമയെയാണ് തട്ടിക്കൊണ്ടു പോകേണ്ടത്. ഇതാണ് ഇതിന്റെ സത്യം. ശ്യാമയോട് ശത്രുതയുള്ളവർ അത് മുതലെടുത്തു. അഖിലിനെ തെറ്റിദ്ധരിപ്പിച്ചു. ചിലരുടെ ഇഷ്ടം നടപ്പാക്കാൻ വേണ്ടി അത് വിവാഹമോചനത്തിലും ഈ കല്യാണത്തിലും കൊണ്ടെത്തിച്ചു. എന്റെ അഖിൽ സാറിനെ അടിച്ചു വീഴ്ത്താൻ എനിക്കും എന്റെ ഏട്ടനോ കഴിയില്ല. അത്രയ്ക്ക് വലിയവനാ എനിക്കും എന്റെ വീട്ടുകാർക്കും അഖിൽ സാറ്. ഈ സത്യാവസ്ഥ, എന്റെ നിരപരാധിത്വം സാറിനെ ബോധിപ്പിക്കണമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. മാഡത്തിന് ഒരുപാട് നന്ദി. സാറിന് എന്റെ വിവാഹം കുറച്ചുകൂടെ നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? അവസരം കൊടുത്തു ആരെങ്കിലും? എല്ലാവരും കൂടി വരിഞ്ഞു മുറുക്കായിരുന്നില്ലേ ഇവളെ? ചോദിക്കാൻ നീ തയ്യാറായോ?
അഖി നിക്ക്. നീ ഇവളെയും കൊണ്ട് എവിടേക്കാ പോകുന്നേ? എവിടേക്കാണെന്ന് അമ്മയ്ക്ക് മനസ്സിലായില്ലേ? ഇവളെ പോലെ കള്ളത്തിന് കാണിച്ചൊരു പെണ്ണിനെ നീ സ്വീകരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇവളെ പോലെ നിഷ്കളങ്കയായ ഒരു പെണ്ണിനെ അമ്മയും ഞാനും ഈ ജന്മത്ത് കണ്ടിട്ടുണ്ടാവില്ല. ആരെതിർത്താലും എന്റെ ഭാര്യ എന്നും ശ്യാമ തന്നെയായിരിക്കും. ഇല്ല, ഞാനിത് സമ്മതിക്കില്ല. ഇവളെ നീ വീണ്ടും ഭാര്യയാക്കാൻ ഞാൻ സമ്മതിക്കില്ല അഖി. കാണപ്പെടുന്ന ദൈവമാ എനിക്കെന്റെ അമ്മ. ആ അമ്മ തന്നെ ഒരു അനുസരണക്കേടുള്ള മകനായിട്ട് എന്നെ മാറ്റരുത്. അമ്മയുടെ തല മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്ന്നു നിൽക്കുന്നത് എനിക്ക് സങ്കടകരമാ. നിങ്ങളുടെ മകനെ രക്ഷിക്കാനാ ഈ കുട്ടി ജീവിക്കുന്നത് തന്നെ. ശ്യാമയെ സ്വീകരിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ എതിര് നിൽക്കരുത്. ഇരുട്ടിനോടുള്ള അഖിലിന്റെ പേടി പകുതിയെ മാറിയിട്ടുള്ളൂ. ഈ കുട്ടി ഇരുട്ടിൽ സഞ്ചരിക്കുന്ന അഖിലിന്റെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു കൈത്തിരിയാണ്. അത് മാഡം മറക്കരുത്. അമ്മേ, മറ്റുള്ളവരുടെ മുമ്പിൽ ഞങ്ങളുടെ അമ്മയുടെ ശിരസ് ഉയർന്നു നിൽക്കണമെങ്കിൽ ശ്യാമയെ അംഗീകരിച്ചേ പറ്റൂ. അമ്മേ, അത് തന്നെ എന്റെ അഭിപ്രായം. ഇനി ഞങ്ങളുടെ അമ്മ ഇതുപോലെ അപമാനിതയാവരുത്. അമ്മേ, ശ്യാമ അമ്മ അംഗീകരിക്കണം. നിക്ക്. വാ മോളെ. ഇത്രയും പേരുടെ മുമ്പിൽ വെച്ചാ എന്റെ മകളുടെ വിവാഹം മുടങ്ങിയത്. എന്റെ മകള് നാണം കിട്ടു. ഇവിടെ എന്ത് ചെയ്യണം ഞാൻ? പറയക്കിൽ എന്ത് ചെയ്യണം? സാർ വിസ്മയെ കല്യാണം കഴിക്കണം. അല്ലെങ്കിൽ ഇതവളെ അപമാനിക്കുന്നതിന് തുല്യാവും. സാറ് വിഷമിക്കണ്ട. സാർ എന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കല്യാണം കഴിച്ചതല്ലേ. അതാണെങ്കിൽ സാറിന്റെ അമ്മ ഇതുവരെ അംഗീകരിച്ചിട്ടുമില്ല. ഞാൻ പോയിക്കോളാം സർ. ശ്യാമേ, ശ്യാമ എന്തായി പറയുന്ന? സർ, ഞാൻ ഒത്തിരി കരഞ്ഞവളാ. ഇനി ജീവിതകാലം മുഴുവൻ കരയേണ്ടി വന്നാലും അതൊന്നും എനിക്ക് പുതുമയല്ലല്ലോ. പക്ഷെ ഇവരൊക്കെ ചിരിച്ച് ജീവിക്കുന്നവരാ. അവരൊക്കെ അങ്ങനെ തന്നെ ജീവിക്കട്ടെ. മാഡം, ഞാൻ നിങ്ങളുടെ മകളെ കല്യാണം കഴിച്ചാലും എനിക്ക് ശ്യാമയെ മറക്കാൻ കഴിയില്ല. ഞാൻ വിസ്മയെ നോക്കുമ്പോ എന്റെ മനസ്സിൽ ഞാൻ കാണുന്നത് ശ്യാമയെ തന്നെ ആയിരിക്കും. നിങ്ങളുടെ മകളെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയാത്ത ഒരാളെ ഇവൾക്ക് വേണോ? ശ്യാമയല്ലാതെ മറ്റൊരാളെ ഭാര്യയായിട്ട് എന്റെ ജീവിതത്തിൽ ചിന്തിക്കാൻ പോലും പറ്റില്ല. അങ്ങനെയുള്ള എന്നെ നിങ്ങളുടെ മകൾക്ക് വേണോ? വേണ്ട. വിസ്മയ്ക്ക് വരനായി നല്ലൊരു ചെറുപ്പക്കാരനെ ഞാൻ തന്നെ കണ്ടെത്തി തരാം. ആ ഔദാര്യമൊന്നും വിസ്മയ്ക്ക് വേണ്ട. എന്റെ മകളെയും എന്നെയും പരസ്യമായി അപമാനിച്ച ഒരാളെയും ഈ അരുന്ധതി വെറുതെ വിടില്ല. എല്ലാവരും ഓർമ്മയിൽ വെച്ചോ. മോളെ, അരുന്ധതി,
വിസ്മയ, ശ്യാമേ, അമ്മ വാ. ഏട്ടാ, എനിക്ക് ശ്യാമയുടെ കഴുത്തിൽ ഈ താലിമാല ഒന്നുകൂടി മുറുക്കെ കെട്ടണം. നീ ഒരിക്കൽ കൂടി അവളെ കല്യാണം കഴിക്കേ. എടാ, പൊരുത്തക്കേട് വരുന്ന ഭാര്യാഭർത്താക്കന്മാര് ശിവപാർവതി ക്ഷേത്രത്തിൽ വെച്ച് പുനർവിവാഹം കഴിക്കാറുണ്ട്. നീ ധൈര്യമായിട്ട് കേട്ട്. ഈ വധൂവരന്മാർക്കുള്ള പൂജ ആരംഭിച്ചോളൂ തിരുമേനി. ശരി. ഇരിക്കേ. ഇരിക്കെ. നാഗസ്വരം തകിലും മുഴങ്ങട്ടെ. കേട്ടടാ. എന്റെ ഗുരുവായൂരപ്പ. വധൂവരന്മാർക്ക് എന്റെ വിവാഹ മംഗളാശംസകൾ. എന്റെയും മംഗളാശംസകൾ.